ജോലിയൊന്നുമില്ലാതെ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയുടെ മന്ത്ലി എക്സ്പെൻസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഒരു ഇടത്തരം കുടുംബത്തിലെ പെൺകുട്ടികളുടെ സാധാരണ ഒരു മാസത്തിൽ ഉണ്ടാകാറുള്ള ചിലവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് ടോട്ടൽ എത്രയാണെന്ന് കേട്ടാൽ ഞെട്ടുന്ന ഒരു കണക്ക് പറയട്ടെ. വെറുതെ ഇരുന്ന സമയത്ത് ഞാൻ ChatGPT വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാണ്. 2025 കണക്ക് പ്രകാരം 4800 മുതൽ 9700 വരെയാണ്. എന്നാൽ ഇതേ സമയത്ത് ജോബുള്ള ഒരു ആൺകുട്ടിയുടെ മന്ത്ലി എക്സ്പെൻസ്, വിവാഹം കഴിഞ്ഞാണ്, മന്ത്ലി എക്സ്പെൻസ് എത്രയായിരിക്കും? ഞാൻ പറഞ്ഞു തരാം. 25,000 മുതൽ 48,000 വരെയാണ്. വെറുതെ ഒന്ന് ChatGPT സെർച്ച് ചെയ്ത് നോക്ക്. അത് കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇതാണെന്ന് എനിക്ക് വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി. കാരണം ഞാനും ഒരു ഗൃഹസ്ഥനാണ്, എനിക്കും അറിയാം ഇതുപോലെ എന്തെല്ലാം ചിലവുകൾ വരും എന്നുള്ളത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ, പെൺകുട്ടിയുടെ മാതാപിതാക്കളാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഏകദേശം ഇതാണോ നിങ്ങളുടെയൊക്കെ ചിലവുകൾ വരുന്നതെന്നുള്ളത്. ഇപ്പം ഒരു ജോബില്ലാത്ത ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ജീവിക്കണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി അവൾക്ക് എത്ര എക്സ്പെൻസ് ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഗ്രോസറീസൊക്കെ പോലുള്ള സാധനങ്ങൾ 1500 മുതൽ 2500 വരെ വരുന്നുണ്ട്. ക്ലോത്തിങ് ആൻഡ് അക്സസറീസ് 500 മുതൽ 1500 വരുന്നുണ്ട്. പേഴ്സണൽ കെയർ ആൻഡ് കോസ്മെറ്റിക്സിന് 500 മുതൽ 1000 വരെ എക്സ്പെൻസ് വരുന്നുണ്ട്. മൊബൈൽ ആൻഡ് ഇൻ്റർനെറ്റിൽ 300 മുതൽ 700 വരെയും വരുന്നുണ്ട്. മെഡിക്കൽ ആൻഡ് ഹെൽത്തിൽ 500 മുതൽ 1000 വരുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, അതായത് നമ്മുടെ ഓട്ടോ, ബസ് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 500 മുതൽ 1000 രൂപ വരെ വരുന്നുണ്ട്. സോഷ്യൽ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്നത് 500 മുതൽ 1000 വരെ വരുന്നുണ്ട്. മിസലിനിയസ്, അതായത് സ്നാക്സ്, റീചാർജ് എക്സെട്ര അങ്ങനെയുള്ള പല കാര്യങ്ങളായിട്ട് 500 മുതൽ 1000 വരെ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ മൊത്തം ഏകദേശം 4800 മുതൽ 9700 വരെ വരുന്നുണ്ട്. നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതേ സമയത്ത് ഒരു പുരുഷനെ സംബന്ധിച്ച്, പുരുഷൻ്റെ വരുമാനത്തെ സംബന്ധിച്ചിട്ട് അവൻ്റെ എക്സ്പെൻസ് എത്രയാണ് അവൻ്റെ ഫാമിലിയിലേക്ക് വേണ്ടി എന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരു റെൻറ്റിനാണെങ്കിൽ, റെൻറ്റഡ് ഹൗസിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് 5000 മുതൽ 10000 വരെ റെൻറ്റ് വരുന്നുണ്ടാവും. പിന്നെ ഗ്രോസറി എന്നുള്ള ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു 5000 മുതൽ, ഏറ്റവും പിടിച്ച് ജീവിച്ചാലാണ് കേട്ടോ, 5000 മുതൽ 8000 വരെ വരും. ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ബില്ല് 800 മുതൽ 1500 വരെ വരും. ഇൻ്റർനെറ്റ് പ്ലസ് മൊബൈൽ 800 മുതൽ 1200 വരെ. ട്രാൻസ്പോർട്ടേഷൻ 2000 മുതൽ 4000 വരെ. ക്ലോത്തിങ് ആൻഡ് പേഴ്സണൽ കെയറിന് വേണ്ടിയിട്ട് 1000 മുതൽ 2000 വരെ. മെഡിക്കൽ ആൻഡ് ഹെൽത്തിന് 1000 മുതൽ 2000 വരെ. ചിൽഡ്രൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നീഡ്സിന് വേണ്ടിയിട്ട് ഏകദേശം 2000 മുതൽ 5000 വരെ. പിന്നെ നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ടുള്ള നീഡ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനും ആവശ്യത്തിന് വേണ്ടിയിട്ട് 4000 മുതൽ 7000 വരെ. ഇപ്പം എന്തെങ്കിലും സോഷ്യൽ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 1000 മുതൽ 2000 വരെ. പിന്നെ എന്തെങ്കിലും മിസലേനിയസ് ആയിട്ടുള്ള, അതായത് സേവിങ്സ് പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് 2000 മുതൽ 5000 രൂപ വരെ മാറ്റി വയ്ക്കാം. ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്ന് അറിയാമോ? 25,000 മുതൽ 48,000 വരെ പെർ മന്ത് ഒരു പുരുഷൻ ചിലവഴിക്കേണ്ടി വരും. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ മെയിൻ ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുരുഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉറപ്പായും ഒരു ഇൻകത്തിൻ്റെ സോഴ്സ് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ പല ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെച്ച് വെറുതെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് പുരുഷനായാലും സ്ത്രീ ആയാലും ഒരു സ്ഥിര വരുമാനം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സ്ത്രീകളെക്കാളും കൂടുതൽ, ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വേണ്ടി വരുന്ന അല്ലെങ്കിൽ വരുമാനം വേണ്ടി വരുന്നത് പുരുഷന്മാർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് 25,000 മുതൽ 48,000 വരെ, കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് ഉറപ്പായും നമ്മുടെ ഒരു കുടുംബജീവിതം വളരെ സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നു. ഇതൊക്കെ ഈ ഒരു കണക്ക് പ്രകാരം മാത്രമല്ല,
ഞാനൊരു ഗൃഹസ്ഥനായതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛനും അല്ലെങ്കിൽ എൻ്റെ ബ്രദറും സഹോദരങ്ങളും മറ്റുള്ളവരെല്ലാവരും ഇതേ ഒരു കാഴ്ചപ്പാടിൽ മുമ്പോട്ട് പോകുന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം ജീവിതത്തിൽ ഇടപെട്ടതുകൊണ്ടും ഇവരുടെ ജീവിതത്തിൽ കൂടെ നിൽക്കുന്നതുകൊണ്ടും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്, ഏറ്റവും കുറഞ്ഞത് ഇന്നത്തെ സമയത്ത് ഒരു 25,000 മുതൽ ഒരു 50,000 വരെ സാലറിയോ അല്ലെങ്കിൽ വരുമാനമോ ഉണ്ടാക്കാൻ പറ്റിയ ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതം വളരെ സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. ഇനി നിങ്ങളുടെ പാർട്ട്ണർ, അവർക്കും നിങ്ങളുടെ ഈ ഒരു എക്സ്പെൻസിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ലൈഫ് വളരെ സ്മൂത്തായി ഹാപ്പിയായി നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. ശരിയല്ലേ?